السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. മഹാനായ ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. വഅലം അന്ന അക്തറ الناس إنما هلكوا لخوف أذمة الناس وحب مدحهم. അദ്ദേഹം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. ഇന്ന അക്തറ الناس ജനങ്ങളിൽ അധിക ആളുകൾ ഇന്നമാ ഹലകു അവർ നശിക്കാൻ കാരണമായി തീർന്നിട്ടുള്ളത് ലിഖൗഫി മദിനത്തി നാസി വഹുബ്ബി മദ്ഹിഹിം ജനങ്ങളുടെ ആക്ഷേപം ഭയപ്പെട്ടതിനാലും അതുപോലെ തന്നെ അവരുടെ പ്രശംസകളെ ഇഷ്ടപ്പെട്ടതിനാലുമാണ് അവർ നശിക്കാൻ കാരണമായിട്ടുള്ളത്. എന്നിട്ട് അവിടെ പറയാണ് അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ തൃപ്തി ഏത് രൂപത്തിലാണോ ആവുക ആ രൂപത്തിലേക്ക് ആയി മാറുകയും ചെയ്തു. എന്തിന്? അവരുടെ പ്രശംസ ആഗ്രഹിച്ചുകൊണ്ടു, അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷേപം ഭയപ്പെട്ടതിന്റെ പേരിലും അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ജനങ്ങൾ എങ്ങനെയാണോ തന്നെ കാണാൻ തൃപ്തിപ്പെടുന്നത് ആ രൂപത്തിലേക്കായി മാറി. ചിലപ്പോഴൊക്കെ നമ്മൾ ചില തിന്മകൾ ചെയ്യാതിരിക്കുന്നത് ചിലപ്പോൾ ജനങ്ങളെ പേടിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില നന്മകൾ നമ്മൾ ചെയ്യുന്നത് അത് ചിലപ്പോൾ ജനങ്ങളുടെ മതം അല്ലെങ്കിൽ ജനങ്ങൾ കാണാൻ വേണ്ടി. ഇത് രണ്ടും പാടിപ്പാട്. നമ്മളൊരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും നമ്മളൊരു പ്രവർത്തനം ഒഴിവാക്കുകയാണെങ്കിലും പരിപൂർണമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയല്ലാതെ മറ്റൊരു തൃപ്തി ചെയ്യാൻ പാടില്ല, നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അത് ജനങ്ങൾ എങ്ങനെ കണ്ടാലും ജനങ്ങൾ എന്ത് വിചാരിച്ചാലും ജനങ്ങൾ പുകഴ്ത്തിയാലും ജനങ്ങൾ ആക്ഷേപിച്ചാലും അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ അതൊന്നും പരിഗണിക്കാൻ പാടില്ല. എന്നാൽ ജനങ്ങളിൽ ഫിത്ന ഉണ്ടാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. അതല്ലാതെ ജനങ്ങളുടെ തൃപ്തിയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ആക്ഷേപമോ എന്ത് ചെയ്യാൻ പാടില്ല, ഭയക്കാൻ പാടില്ല. അത് നശിപ്പിച്ച് കളയുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ജനങ്ങളുടെ തൃപ്തി നോക്കി, ജനങ്ങളുടെ പ്രശംസ നോക്കി, ജനങ്ങളുടെ ആക്ഷേപം നോക്കി ചെയ്യുക. അതിനെ ചികിത്സിക്കുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. നമ്മുടെ എൻ്റെ സഹോദരങ്ങൾ കാണാൻ, അല്ലെങ്കിൽ എൻ്റെ ഉപ്പാപ്പ കാണാൻ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ കാണാൻ, നാട്ടുകാർ കാണാൻ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ആക്ഷേപം ഭയപ്പെട്ടുകൊണ്ട് ഞാൻ തിന്മ ഒഴിവാക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. മറിച്ച് നമ്മൾ ഫീൽഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ, ഒരു പ്രവർത്തനം ഒഴിവാക്കുകയാണെങ്കിൽ, രണ്ടാണെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമാണ് നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.